നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ആര്യ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അതായത് ഞാൻ എൻ്റെ ഒരു ഫേഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹോം ഫേഷ്യൽ. അപ്പോൾ അതിൽ ഞാൻ ടോണറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ട അന്ന് മുതൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഈ ടോണറിന്റെ യൂസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ. അതുപോലെ തന്നെ ഞാൻ അതിൽ യൂസ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂവും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ സൈഡിലായിട്ട് ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒത്തിരി ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ടോണർ എന്താന്ന് പറഞ്ഞുതരാം. ടോണർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടോണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. അതായത് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലെൻസിങ്, അത് കഴിഞ്ഞാൽ ടോണിങ്, പിന്നെ മോയ്സ്ചറൈസിങ്. ഇത് മൂന്നുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെയും സ്റ്റെപ്പ് ഉണ്ട്, അതൊക്കെ ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൻ ടൈപ്പ് ഒക്കെ അനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ ഇത് മൂന്നും എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, എന്ത് സ്കിൻ ആണെങ്കിലും അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ ടോണർ എന്ന് പറയുന്നത് നമ്മൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യും. അതിന് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് അവരുടെ ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ് തന്നെയാണ് നല്ലൊരു ക്ലെൻസർ. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് മോയ്സ്ചറൈസിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ് കൂടുതൽ പേരും ചെയ്യുന്ന കാര്യം. അപ്പോൾ എല്ലാവരും ടോണർ അവോയ്ഡ് ചെയ്യാണ്. അത് അറിയാത്തത് കൊണ്ടും പിന്നെ അത് വേണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ടും കൂടിയാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എന്തിനാണോ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും ഒക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വീണ്ടും കുറച്ച് മേക്കപ്പിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഡസ്റ്റും ഡേർട്ടും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒന്നും ക്ലെൻസർ യൂസ് ചെയ്താൽ പോകണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അത് ടോണറിൻ്റെ ഒരു യൂസാണ് കേട്ടോ. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പോർസ് ഒക്കെ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള പോർസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ യൂസ്. മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു pH ലെവല് ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ യൂസ്. അപ്പോൾ ഇത് മൂന്നിനുമായിട്ടാണ് മെയിൻ ആയിട്ടും നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാര്യം, എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് റീസൺ. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് നാച്ചുറലായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം ടോണറായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ടോണർ ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രാൻഡ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബയോട്ടിക് നല്ലതാണ്. ബയോട്ടിക്കിൽ ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോണർ ഉണ്ട്. പിന്നെ പ്ലം എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോൾ അതിലും ഗ്രീൻ ടീ ടോണർ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. കുറേ പേര് റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിക്കാം. മാക്സിമം എന്താ പറയുക, ഇതുപോലെ ഹെർബൽ പ്രോഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ ആൽക്കഹോൾ ഫ്രീ, മിനിമം ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതെങ്കിലും വാങ്ങിക്കാനായിട്ട് നോക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് നാച്ചുറലായിട്ട് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ടോണറായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റോസ് വാട്ടർ ഉണ്ട്. പിന്നെ അതുപോലെ ഗ്രീൻ ടീയും നല്ലൊരു ടോണറാണ്. നമ്മൾ സാധാരണ ഗ്രീൻ ടീ ചായ ഇടത്തില്ലേ, അതുപോലെ ഇട്ടിട്ട് നല്ല തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, അതും യൂസ് ചെയ്യാം. പിന്നെ വേറെന്താ, കുക്കുംബറിന്റെ ജ്യൂസ്, അതും നല്ലൊരു ടോണറാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഡെയിലി നമ്മൾ പുതിയതായിട്ട് തന്നെ ഉണ്ടാക്കണം.
അല്ലെങ്കിൽ മാക്സിമം ഇതൊക്കെ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ടോണിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഡെയിലി ചെയ്യുന്ന കാര്യമാണല്ലോ. ടോണിങ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡെയിലി 2 പ്രാവശ്യം ചെയ്യാം. നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനായിട്ട് ചെയ്യാം, നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ചെയ്യാം. അതിൽ 2ലും ചെയ്യാമെന്നല്ല, ചെയ്യണം. ഓക്കെ. അത് നമ്മൾ ക്ലൻസ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ടോണിങ് ചെയ്തിരിക്കണം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ടോണർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ടോണർ ആണെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫേസിൽ സ്പ്രേ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുള്ള ടോണർ അല്ല ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് സ്കിന്നിൽ എങ്ങനെയാണോ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതും ഇങ്ങനെ സ്പ്രേ ചെയ്യാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. ഓക്കെ, ഇത് നന്നായിട്ട് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് സ്കിന്നിൽ ഇങ്ങനെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ടോണർ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്പ്രേ ചെയ്താണ് ചെയ്യുന്നതെങ്കിലും അല്ല കോട്ടൺ പാഡിലാണെങ്കിലും നമ്മുടെ ഫേസിൽ നിന്ന് അത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട്, അത് നാച്ചുറലി ഡ്രൈ ആവാനായിട്ട് അനുവദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോണറിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതായത് കാമ ആയുർവേദയുടെ റോസ് വാട്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ് കാമ ആയുർവേദയുടെ പ്യുവർ റോസ് വാട്ടർ. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ അങ്ങനെ ഒന്നുമല്ല. കാമ ആയുർവേദയ്ക്ക് എന്നെ പോലെ ഒരാളെ അറിയ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാമ ആയുർവേദ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. 2002 അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ ബ്രാൻഡിനെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്, ഹെർബൽ പ്രോഡക്ട്സ് ആണ് എല്ലാം. പിന്നെ അവരതിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രോഡക്ട്സിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസ് ഇല്ല, പിന്നെ വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല, പാരബൻസ് ഇല്ല, അങ്ങനെ ടോട്ടലി കെമിക്കൽ ഫ്രീ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതൊരു 50 ml പ്രോഡക്റ്റ് ആണ്. ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്. അതായത് 50 ml ഉണ്ട്, 200 ml ഉണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 250 rupees ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് പ്യുവർ റോസ് വാട്ടർ എന്നാണ് അവർ പറയുന്നത്. ഇത്രയും നാൾ യൂസ് ചെയ്തതെന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഒരു വലിയൊരു പ്രശ്നം. കാരണം കുറച്ച് പ്രൈസിയാണ്, എനിക്കും അറിയാം. കാരണം 50 ml എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു 100 ml 150 ml ഒക്കെ 50 rupees കിട്ടുന്നുണ്ട് റോസ് വാട്ടർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 50 ml ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രൈസ് കുറച്ച് കൂടുതലാണേലും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാവും. എന്നോട് 1-2 പേര് കമൻസിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു, റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിന്നിന് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നി എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ചില പ്രോഡക്റ്റ് ഞാനും 1-2 പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്ത സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചെറിയൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ നമുക്കും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു പാക്കേജിങ് പറയാം. പാക്കേജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്, നമുക്കിത് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യം അനുസരിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്
യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ഇനി ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ ഷോപ്പിലൊന്നും ഇത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല അവർക്ക് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടോ. ഇപ്പോൾ പതഞ്ജലിയൊക്കെ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ ഉണ്ടാകണം. പക്ഷെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് ഓൺലൈനാണ് വാങ്ങിച്ചത്. നൈക്കയിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണോ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്കിതുവരെ അങ്ങനെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ്, അത് മേക്കപ്പ് പ്രോഡക്ട്സോ സ്കിൻ കെയറോ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുന്നവരുണ്ട്, എന്നാൽ ഓൺലൈൻ വാങ്ങിക്കാണ്ട് ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷോപ്പിലാണ് പോയി വാങ്ങിക്കുന്നതെങ്കിലും നിങ്ങളൊന്ന് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഒരുപാട് റിവ്യൂസ് എഴുതിയിരിക്കും. കുറേ പേരുണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ സ്കിൻ ടൈപ്പും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അവർക്ക് അതെങ്ങനെയുണ്ട്, എങ്ങനെ വർക്ക് ചെയ്തു എന്നൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാനത് ഇവിടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏത് പ്രോഡക്റ്റ്സ് ആയാലും, ഈ ടോണറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാം. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മുടെ സ്കിൻ ടൈപ്പും അതും കൂടെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. അതൊരു നല്ലൊരു മെത്തേഡാണ്. കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതായത് 50 ml ഞാൻ വാങ്ങിക്കുമ്പോൾ 250 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നൈക്കയിൽ 275 ആണ്. നൈക്കയിൽ മാത്രമല്ല, എല്ലായിടത്തും അതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. 200 ml പ്രോഡക്റ്റ് 850 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അത് 1050 ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് ഇവിടെ കിട്ടുമോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അറിയില്ല പുറത്ത് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള അറിയില്ല. ആൻഡ് ഇവിടെ ഞാൻ സൂക്കിലൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. സൂക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മുടെ ആമസോൺ ഒക്കെ പോലെ, നമ്മുടെ നാട്ടിലെ ആമസോൺ പോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ്. അതുപോലെ എല്ലാം നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കാമ ആയുർവേദ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആകെ ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് കണ്ടത്. ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു മേക്കപ്പ് റിമൂവർ ആയിരുന്നു. അപ്പോൾ അതൊരു 100 ml പ്രോഡക്റ്റ് ആയിരുന്നു. വേറെ ഒന്നുമില്ല. കാമ ആയുർവേദയുടെ ആ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ സൂക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 126 dirhams ആണ്. അപ്പോൾ അത് കുറച്ച് പ്രൈസി ആണ്, കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് എന്നിട്ടും ഡൗട്ടായിരുന്നു, കാരണം ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം കുറച്ച് പ്രൈസി ആണ്. അപ്പോൾ ഞാൻ നൈക്കയിൽ ചെക്ക് ചെയ്തു. നൈക്കയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിന് അറൌണ്ട് 1200 rupees ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ 126 dirhams എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു 2500 rupees ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുറത്തൊക്കെ പോകുന്നവർ എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം വേറൊന്നുമല്ല, ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്